നമസ്കാരം. പോക്സോ കേസിൽ ഫിലിപ്പ് മമ്പാട് അറസ്റ്റിലാകുന്ന വാർത്തയാണ് കേൾക്കുന്നത്. ഞെട്ടിത്തെറിച്ചിരിക്കുകയാണ് എന്താണ് ഇങ്ങനെ എന്ന്. കാരണം അദ്ദേഹത്തിന് എനിക്കറിയാം, എന്നെ അദ്ദേഹത്തിനും അറിയാം. 2020 കൊറോണയുടെ സമയത്ത്, പുഷ്കര സമയത്താണ് ഒരു ഫാമിലിക്ക് വേണ്ടി അദ്ദേഹം എന്നെ വിളിക്കുന്നത്. അന്ന് ഞാൻ വണ്ടിയെടുത്ത് അറിയാലോ, യാത്ര പോകാൻ തടസ്സമുള്ള സമയത്ത് അതിനെയൊക്കെ പ്രതിബന്ധങ്ങൾക്ക് മറികടന്നുകൊണ്ട് മമ്പാട് എത്തുകയും അദ്ദേഹത്തിന്റെ ഓഫീസിലിരുന്ന് കുറെ കാര്യങ്ങൾ സംസാരിക്കുകയും ചെയ്തു. അന്ന് അദ്ദേഹം എന്നോട് കുറെ വിവരങ്ങൾ പങ്കുവച്ചിരുന്നു. കുറച്ച് വിവരങ്ങൾ, അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള കുറെ കാര്യങ്ങളൊക്കെ അദ്ദേഹം പങ്കുവച്ചിരുന്നു. ഫിലിപ്പ് മമ്പാട് എന്ന വ്യക്തി ഒരു മോട്ടിവേഷണൽ രംഗത്ത്, സ്പീക്കിംഗ് രംഗത്ത്, അദ്ദേഹത്തിന്റെ ക്ലാസ്സുകളും മറ്റു കാര്യങ്ങളുടെ രംഗത്ത് പ്രൊഫഷണൽ ആണ്, റിസൾട്ട് ഉള്ളതാണ്, നാട്ടുകാർക്കെല്ലാം ഉപകാരമുള്ളതാണ്. കാര്യം ശരി. അദ്ദേഹം നാട്ടുകാർക്ക് വേണ്ടിയിട്ട് മുഴുവൻ സമയം പ്രവർത്തിക്കാനും ചെലവഴിക്കാനും തുനിഞ്ഞതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ കുടുംബത്തിലും ചില്ലറ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ആ വിഷയങ്ങളൊന്നും ഞാനിവിടെ പറയുന്നില്ല, കാരണം അത് ഒരു വ്യക്തി ആക്ഷേപം പോലെ ആയിപ്പോ. എന്തായാലും അത്തരത്തിൽ കുറെ സംഭവങ്ങളുടെ അദ്ദേഹം ദുഃഖിതനായിരുന്നു. ആ ദുഃഖങ്ങളൊക്കെ മറക്കാൻ മറ്റുള്ളവരുടെ ദുഃഖം ഒരുപക്ഷെ മാറ്റാൻ ശ്രമിച്ചു എന്ന് പറയുന്നതാണ് കൂടുതൽ ശരി. അപ്പോൾ അതിനിടയിൽ അദ്ദേഹത്തിന് എന്തെങ്കിലും അബദ്ധം പറ്റിപ്പോയോ എന്ന് ചോദിച്ചാൽ, ഒരു പോലീസുകാരനായതുകൊണ്ട് പറ്റിപ്പോകാനുള്ള ഒരു സാധ്യതയില്ല. നിയമം എന്താണെന്ന് അദ്ദേഹത്തിന് അറിയാം. മാത്രമല്ല, ഒരു കൗൺസിലർ അടുത്ത് സാധാരണ ഒരാൾ വരികയുള്ളൂ. അവിടെ നിന്ന് ഒരാളെ കൗൺസിലിങ്ങിന് വന്നാൽ അയാളെ കൂട്ടി മറ്റെവിടെയെങ്കിലും പോകുന്ന ഒരു ശീലമൊന്നുമില്ല. അവിടെ എനിക്കൊരു സംശയമുണ്ട്. ഏതായാലും വരും ദിവസങ്ങൾ അതിനൊരു ക്ലാരിറ്റി മീഡിയകളിലൂടെ തന്നെ വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഫിലിപ്പ് മമ്പാടിനുമായിട്ട് ബന്ധപ്പെടാനോ അല്ലെങ്കിൽ ഈ പറയുന്ന പരാതിക്കാരിയുമായിട്ട് ബന്ധപ്പെടാനോ തൽക്കാലം നമുക്ക് മാർഗമൊന്നുമില്ലല്ലോ. വസ്തുത അറിയണമെന്ന് മാർഗമൊന്നുമില്ല. മീഡിയകൾ അല്ലെങ്കിൽ പോലീസ് പറയുന്ന സത്യം അതുവരെ കാത്തിരിക്കാം, വേറെ മാർഗമൊന്നുമില്ല. ചാനലിനെ എന്നെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും ഒരു കേസ് കിട്ടിക്കഴിഞ്ഞാൽ എന്തോ അങ്ങോട്ട് പോകും. വേണമെങ്കിൽ ആ കുട്ടിയെ തന്നെ അവര് റാഞ്ചി കൊണ്ടുപോയി കളയും. അതിന് ഞാനൊരു ഉദാഹരണം പറയാം. എന്റെ കൗൺസിലിംഗ് സെന്റർ, ഞാൻ കൗൺസിലിംഗിൽ ഉണ്ടായിരുന്ന സമയത്ത്, എന്റെ സെന്റർ ഉണ്ടായിരുന്ന സമയത്ത്, ഞാൻ 2023 എന്റെ സെന്റർ ഞാൻ കൂട്ടിയത്. മടുത്തിട്ടാണ്. അത്രത്തോളം വിഷയങ്ങൾ. അത് മാത്രമല്ല, ഫാമിലി കൗൺസിലിംഗിന് ആൾക്കാർ വന്നാൽ കായ് തരാൻ കുറച്ച് ബുദ്ധിമുട്ട്. നമുക്കാണെങ്കിൽ നമ്മുടെ വീട്ടിൽ നമ്മളെ പെണ്ണുങ്ങളും കുട്ടികളും ഒക്കെ അരി വാങ്ങി ഭക്ഷണം വെച്ച് കഴിക്കണമെന്നുണ്ടെങ്കിൽ കാശ് വേണം എന്നതുകൊണ്ട് സൗജന്യമായിട്ടൊരു സർവീസ് നടത്താനുള്ള സാമ്പത്തിക ശേഷി ഇല്ലാത്തതുകൊണ്ട് തൽക്കാലം അതിനങ്ങൾ ഷട്ടർ ഇട്ടു. എന്നിട്ടാണ് നമ്മൾ ബാക്കിയുള്ള പരിപാടി നോക്കിയത്. അപ്പൊ അതിനു മുമ്പ് ഒരു 15-കാരൻ വന്നിരുന്നു. ഒരു 15-കാരനെ കൊണ്ടുവന്നത് കൗൺസിലിങ്ങിനാണ്. നന്നായിട്ട് പഠിച്ചുകൊണ്ടിരുന്ന ഒരു വിദ്യാർത്ഥി പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ പഠിക്കാതിരിക്കുന്നു. എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉള്ളതുപോലെ തോന്നുന്നു. അങ്ങനെ ഒരു പഠന വികലത അത് പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ്, ഒന്ന് നന്നായി പഠിക്കാൻ വേണ്ടി സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് രക്ഷിതാക്കൾ ആ കുട്ടി എന്റെ അടുത്തേക്ക് എത്തിക്കുന്നത്. ആദ്യത്തെ സിറ്റിംഗ് കഴിഞ്ഞു. ഒരു റാപ്പോ ബിൽഡ് ചെയ്യണമല്ലോ, അടുക്കുന്നുണ്ടായിരുന്നില്ല. ഏതാണ്ട് 1 മണിക്കൂറോളം സംസാരിച്ചു. അതിനുശേഷം റാപ്പോ ബിൽഡ് ചെയ്ത് അടുത്തു. സംസാരിച്ച ശേഷം അന്ന് പറഞ്ഞു വിട്ടു. പിന്നൊരു ദിവസം വരാൻ പറഞ്ഞു. അടുത്ത സിറ്റിങ്ങിന് വന്ന സമയത്ത് കൂടുതൽ അടുത്തത് കൊണ്ട് കുറെ കാര്യങ്ങൾ തുറന്നു പറഞ്ഞു. അതായത് ഒരു പോക്സോ കേസ് ഉണ്ടായി. ഒരു പെൺകുട്ടി ഇവനെ പീഡിപ്പിച്ചിട്ടുണ്ട്. നേരെ തിരിച്ചാണ്. സാധാരണ ആൺകുട്ടികൾ പെൺകുട്ടികളാണ് പീഡിപ്പിക്കുന്നത്. ഇത് നേരെ തിരിച്ചാണ് സംഭവിച്ചത്. അതവിടെ റിലേറ്റീവ് കൂടി ആയതുകൊണ്ട്, അതും ക്ലോസ് റിലേറ്റീവ് കൂടി ആയതുകൊണ്ട് നമുക്കത് എന്ത് ചെയ്യണമെന്ന് അറിയാത്തൊരവസ്ഥയായി. ഇത്തരത്തിലൊരു കേസ് നമ്മൾ അറിഞ്ഞാൽ നമ്മൾ ചൈൽഡ് ലൈനിലോ അല്ലെങ്കിൽ CWCയിലോ ഒക്കെ ഒന്ന് അറിയിച്ചില്ല എന്നുണ്ടെങ്കിൽ നാളെ നമുക്ക് തന്നെ പണി വരാം. അത് എന്റെ പോക്സോ ഓറിയന്റഡ് ക്ലാസ്സസ് ഉണ്ട്. ഈ കൗൺസിലിംഗ് കോഴ്സിന്റെ പോക്സോ ഓറിയന്റഡ് ക്ലാസ്സിൽ നമ്മൾ വളരെ വ്യക്തമായ കാര്യങ്ങൾ പറയാറുണ്ട്. അങ്ങനെ വരാൻ സാധ്യത ഉള്ളത് കൊണ്ട് ചെറുതായി ഒന്ന് സൂചിപ്പിച്ചുകൊണ്ട് CWCക്ക് ഒരു മെയിൽ അയച്ചു. അവർക്ക് കാര്യം മനസ്സിലായി. പക്ഷെ ഞാൻ എന്റെ തടി രക്ഷപ്പെടുത്തി. അതിനുശേഷം ആ പെൺകുട്ടിയെ വിളിച്ചു വരുത്തി. ഒരു കുടുംബാംഗങ്ങളായതുകൊണ്ട് രണ്ടുപേരോടും വസ്തുതകൾ ചോദിച്ചു, മനസ്സിലാക്കി. അത് പിന്നീട് അത്തരത്തിൽ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ അതൊക്കെ നോക്കി അതിന്റെ ഭവിഷ്യത്തുകളും കാര്യങ്ങളും ഒക്കെ പറഞ്ഞു വിട്ടു. പിന്നീടാണ് അടുത്ത സിറ്റിംഗിൽ ആ കുട്ടിയെ വീണ്ടും കൗൺസിലിംഗ് ചെയ്യുന്ന സമയത്താണ്, 3ാമത്തെ സിറ്റിംഗിൽ ഇരിക്കുന്ന സമയത്താണ് മറ്റൊരു സത്യം കൂടി മനസ്സിലാക്കിയത്. അതിനുള്ളൊരു പുരുഷന്റെ, ഒരു മുതിർന്ന ഒരാളുടെ ഇടപെടലുകൾ ഉണ്ട് എന്ന്. അപ്പൊ കഥ മാറി. മുതിർന്ന ഒരു പുരുഷൻ ഈ പറഞ്ഞ പീഡിപ്പിച്ച ആ പെണ്ണുമായിട്ടുള്ള അവരുടെ ഉഭയകക്ഷി സമ്മതം, അത് നിയമപരമായ തെറ്റൊന്നുമല്ല. അതിനിടയിൽ ഈ ചെറുക്കനെ കുടുക്കിയതാ, ഈ പയ്യനെ കുടുക്കിയതാ. അങ്ങനെ കുടുക്കി കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ട് ഇതൊരു വലിയ കേസാണ്, ചെറിയ കേസല്ല. വീണ്ടും ഇതിനൊന്ന് സോൾവ് ചെയ്യണമല്ലോ. റിലേറ്റീവ്സ് ആണ്, കുടുംബം, വളരെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകും. അത് സോൾവ് ചെയ്യാൻ വേണ്ടി പരാതി കൊടുത്തിട്ടുള്ളത് കൊണ്ട് എനിക്ക് അതിൽ രക്ഷയുണ്ടാവും എന്ന് കരുതി ഞാൻ വീണ്ടും ആ പെൺകുട്ടിയെ, അവരുടെ ബന്ധുക്കളെ ഒന്ന് വിളിച്ചു വരാൻ ശ്രമിച്ചു. കഥ മാറി. ഞാൻ കാണിച്ചു തരാം.
ഞാൻ നിങ്ങളെ ക്ലയന്റ് അല്ലല്ലോ, നിങ്ങൾക്ക് കാണിച്ചു തരാം എന്നൊക്കെ പറഞ്ഞ് ഭീഷണി മുഴക്കി. അതായത് കൗൺസിലിങ്ങിന് വന്നപ്പോ ഞാൻ കൗൺസിലിംഗ് സെന്ററിൽ ഇട്ട് ആ പെൺകുട്ടിയെ പീഡിപ്പിച്ചു എന്ന് ഒരു പീഡന പരാതി കൊടുക്കാനാണ് തീരുമാനം. എന്റെ പ്രേക്ഷകരെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. 10-22 വയസ്സുള്ള ഒരു യുവതി, കല്യാണം കഴിക്കാത്തൊരു യുവതി എന്റെ കൗൺസിലിംഗ് സെന്ററിൽ വന്നിട്ടുമുണ്ട്. അപ്പൊ ഞാൻ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ടൊരു കേസ് കൊടുത്താൽ അവളെ മെഡിക്കൽ പരിശോധന നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ അകത്താവും. പിറ്റേന്ന് പത്രങ്ങളിലും ചാനലുകളിലും ഒക്കെ എന്റെ ഫോട്ടോ ഇങ്ങനെ വരും, തിളങ്ങി നിൽക്കും. നമ്മൾ മനസ്സാവാച കർമ്മണ എന്തെങ്കിലും അറിഞ്ഞിട്ടുണ്ടോ? അറിഞ്ഞിട്ടുമില്ല. ഏതായാലും ഒരു കാര്യം മനസ്സിലായി, എന്റെ പേർക്ക് ഒരു കേസ് കൊടുക്കും. ഒന്നും ആലോചിച്ചില്ല, മുഴുവൻ ഡീറ്റെയിൽസും മുഴുവൻ ടൈപ്പ് ചെയ്ത് ബന്ധപ്പെട്ട അധികാരികൾക്ക് ഇമെയിൽ അയച്ചു. അവരെ വിളിച്ച് വിവരവും പറഞ്ഞു. അവിടെ കിട്ടിയതായി അവർ രേഖപ്പെടുത്തി എനിക്ക് റിപ്ലൈയും തന്നു. അതായത് എന്റെ കാര്യം ഞാൻ നോക്കി. അതായത് ആ പെൺകുട്ടിയുടെ ജീവിതമോ അല്ലെങ്കിൽ ആ പെൺകുട്ടിയുമായി കൊണ്ടു നടന്ന മറ്റേ ചങ്ങാതിന്റെ ജീവിതമോ ഒന്നും ഞാൻ നോക്കിയില്ല. ആ സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു, നിന്റെ ജീവിതം പോകും, നിന്നെ പോലീസ് അറസ്റ്റ് ചെയ്യും, റിമാൻഡ് ചെയ്യും, മിനിമം ഒരു 10-40 ദിവസമെങ്കിലും കിടക്കേണ്ട സാഹചര്യം വരും, അത് മോശമാണ്, അതും കല്യാണം ഉറച്ചിരിക്കുന്ന ഒരു പെൺകുട്ടിയാണെന്ന് ആലോചിക്കണം, അപ്പൊ അത് പ്രയാസമായിരിക്കും എന്ന് പറഞ്ഞപ്പോൾ ഇതൊന്നും കണക്ക് കൂട്ടാതെയാണ് എന്നെ ആ കേസിൽ, പീഡന കേസിൽ കൊടുക്കാൻ നോക്കിയത്. പിന്നെ നമ്മൾ നമ്മുടെ തടി നോക്കിയല്ലേ പറ്റുള്ളൂ. അങ്ങനെയാണ് CWCക്ക് നമ്മൾ കത്തെഴുതുന്നതും അവർ പോലീസിൽ കൃത്യമായി വിവരം അറിയിക്കുന്നതും ആ പെൺകുട്ടിയും നേരത്തെ പറഞ്ഞ ആളും അറസ്റ്റിലാകുന്നതും. ഞാൻ ഈ പറഞ്ഞു വന്നത് അവിടെ ചൈൽഡ് ലൈന്റെ ഒരു ഇടപെടലാണ്. ആ ഇടപെടലിൽ ഈ 15-കാരനെ അവർ റാഞ്ചി കൊണ്ടുപോയി. അതായത് ഇവർ റിലേറ്റീവ്സ് ആയതുകൊണ്ട് മൊഴി മാറ്റാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് പിന്നെ ബന്ധുക്കളെ കാണാൻ സമ്മതിക്കാതെ കുട്ടിയുടെ സംരക്ഷണ ചുമതല മുഴുവൻ അവർ ഏറ്റെടുക്കുന്നു. ഇങ്ങനെ ഒരു പരിപാടിയുണ്ട്. ഒരു പോക്സോ കേസ് അല്ലെങ്കിൽ അതുപോലെ മറ്റെന്തെങ്കിലും ഒരു കേസ് വന്നാൽ അത് ചൈൽഡ് ലൈനിന്റെ കയ്യിൽ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവർ ആദ്യം ചെയ്യുക ആ ഇരയാക്കപ്പെട്ടു എന്ന് പറയുന്ന ആ കുട്ടി, ആണായാലും പെണ്ണായാലും, അവരെ റാഞ്ചി കൊണ്ടു പോകുക എന്നുള്ളതാണ്. പിന്നെ അവരുടെ കസ്റ്റഡിയില്ല. ഈ മാതാപിതാക്കളോ രക്ഷിതാക്കളോ അവരൊന്നും പിന്നെ ഒരു രക്ഷയുമില്ല. ഈ പറഞ്ഞ 15-കാരനെ പിന്നെ വിട്ടുകിട്ടാൻ കോടതിയിൽ അവർക്ക് ഫൈറ്റ് ചെയ്യേണ്ടി വന്നു. പിന്നീടാണ് വിട്ടുകൊടുത്തത്. അതിനുശേഷം കുറെ കഴിഞ്ഞപ്പോൾ മൊഴിയൊക്കെ മാറ്റിയെന്ന് തോന്നുന്നുണ്ട്. ആ കേസ് ഒത്തുതീർന്നു. ഏതാണ്ട് 40 ദിവസത്തോളം ആ പെൺകുട്ടി ജയിലിൽ കിടന്നു. ആ കല്യാണം മുടങ്ങി. ഇതൊക്കെ സംഭവിച്ചു. ഈ ചൈൽഡ് ലൈൻ അവർക്കൊരു വിവരം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ കണ്ണും പൂട്ടി ഒരു പോക്കാണ്. അതിലെ വാസ്തവം എന്താണ്, മറ്റു കാര്യങ്ങൾ എന്തൊന്നും സാധാരണ അതിൽ അവർ നോക്കാറില്ല. കൃത്യമായ നടപടിയിലേക്കാണ് പോണത്. ചിലപ്പോ പെൺകുട്ടിയോ അല്ലെങ്കിൽ ആൺകുട്ടിയോ കഥ പറയുന്നതാകാം, സാങ്കല്പികമായിട്ട് കഥ പറയുന്നതാകാം. ഫാൾസ് മെമ്മറി സിൻഡ്രോം എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട്. ഫാൾസ് മെമ്മറി സിൻഡ്രോം, ഇമാജറി എന്ന് പറയും. നിങ്ങൾ വെറുതെ ഒന്ന് ഫാൾസ് മെമ്മറി സിൻഡ്രോം സെർച്ച് ചെയ്താൽ മതി. അതായത് ഒരു കാര്യം സംഭവിച്ചു എന്നാൽ പെൺകുട്ടി സത്യമായിട്ട് പറയും, പക്ഷെ സംഭവിച്ചിട്ടില്ല. പെൺകുട്ടി പറയുന്നത് സത്യമാണ്, പക്ഷെ സംഭവം കള്ളമാണ് എന്ന നിലയിലുള്ള ഇമാജറി അത് വരാൻ സാധ്യതയുണ്ട്. ഏതായാലും റാഞ്ചി കൊണ്ടുപോകുന്ന ഒരു രീതി നിലവിലുള്ളത് കൊണ്ട് ഇവിടെ അത്തരത്തിലൊരു ഇടപാട് വന്നിട്ടുണ്ടോ എന്ന് അറിയില്ല. മറ്റൊരു ഉദാഹരണം പറഞ്ഞാൽ ഒരു 5 വയസ്സുള്ള ഒരു പെൺകുട്ടി, കുറെ കുട്ടികൾ UKG കുട്ടികളാണ്, നല്ലൊരു മാഷാണ്, കുട്ടികളെ ജീവന തുല്യം സ്നേഹിക്കുന്ന ഒരു മാഷ്, എല്ലാ കുട്ടികൾക്കും മാഷെ വളരെ താല്പര്യമുള്ള ഒരു മാഷ്. അങ്ങനെ ഒരു ദിവസം ഈ കുട്ടികൾ ഓടിക്കളിച്ചപ്പോ ഒരു കുട്ടി ഓടി വീണു അവിടെ കിടന്ന് നിലവിളിച്ചപ്പോ ഈ മാഷ് ഓടിച്ചെന്ന് എടുത്ത് തോളത്തിട്ടു. ചെറിയ മോളല്ലേ, തോളത്തിട്ടിട്ട് സാരമില്ല എന്ന് ചന്തിക്ക് തട്ടി. ഈ പറയുന്ന രീതിയിൽ തട്ടിക്കഴിഞ്ഞ് പോയി ഒരു മുട്ടായി വാങ്ങി കൊടുത്തിട്ട് പിന്നെ പൊടിയൊക്കെ തട്ടി വിട്ടു. ഏതാണ്ട് ഒരു 1-2 മാസം കഴിഞ്ഞപ്പോ, 2-3 മാസം കഴിഞ്ഞപ്പോ ഒരാൾ അവിടെ ഒരു ടീച്ചർ അവിടെ ഗുഡ് ടച്ച് ബാഡ് ടച്ച് പഠിപ്പിക്കാൻ വന്നു. അങ്ങനെ ബാഡ് ടച്ച് പഠിപ്പിച്ച് ചന്തി ബാഡ് ടച്ചായി. അപ്പൊ പറഞ്ഞു, ഇന്ന അധ്യാപകൻ എന്നെ ഇവിടെ പിടിച്ചിട്ടുണ്ടെന്ന് കുട്ടി പറഞ്ഞത് വേറെ ദുരുദ്ദേശം വെച്ചിട്ടൊന്നുമല്ല. ഈ അധ്യാപിക ഒന്നും നോക്കിയില്ല, നേരെ ചൈൽഡ് ലൈനിലേക്ക് റിപ്പോർട്ട് ചെയ്തു. ചൈൽഡ് ലൈൻകാർ അത് നേരെ പോലീസിലേക്ക് ഇൻഫോം ചെയ്തു. പോലീസുകാർ വന്ന് ഈ അധ്യാപകനെ പൊക്കിയപ്പോ കുട്ടീന്റെ മൊഴി എടുക്കുന്ന സമയത്ത് കുട്ടീൻ്റെ അടുത്ത് ചോദിച്ചു, മാഷൂടെ പിടിച്ചു. മജിസ്ട്രേറ്റും ചോദിച്ചു, മാഷൂടെ പിടിച്ചു. ഇതാണല്ലോ പറയാ. എങ്ങനെ പിടിച്ചു, എന്തിനു പിടിച്ചു, അല്ലെങ്കിൽ ഏതാണ് സാഹചര്യം, ഇതൊന്നും ചോദ്യം പറിച്ചിടുന്നില്ല. 20 കൊല്ലം അകത്താണ്. ഞാൻ ഈ പറഞ്ഞു വന്നത് ഫിലിപ്പ് മമ്പാടിന്റെ കഥയാണ്. ഈ ഫിലിപ്പ് മമ്പാട് എന്ന് പറയുന്നത് ഒരു പൊതുപ്രവർത്തകനാണ്, ഒരു ലഹരിക്കെതിരെ പട പൊരുതിക്കൊണ്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്, നല്ലൊരു മോട്ടിവേഷൻ സ്പീക്കറാണ്, എനിക്കറിയാവുന്ന ആളാണ്, എന്റെ സുഹൃത്തുമാണ്. പക്ഷേ അദ്ദേഹത്തിന്റെ ഫാമിലി ലൈഫിൽ ചെറിയ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് പ്രയാസങ്ങളിൽ അനുഭവിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ആ അനുഭവങ്ങളൊക്കെ മറച്ചു വെച്ചുകൊണ്ട് അത് ജനങ്ങളെ അറിയിക്കാതെയാണ് അദ്ദേഹം മറ്റു രംഗങ്ങളിൽ വിഹരിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൽ നിന്ന് അത്തരത്തിൽ എന്തെങ്കിലും ഒരു അപാകത സംഭവിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ വ്യക്തമായി അറിയില്ല. പക്ഷേ ചൈൽഡ് ലൈൻ പോലുള്ള സ്ഥാപനങ്ങളൊക്കെ ഇതിൽ ഇടപെട്ടിട്ടുള്ളത് കൊണ്ട് അവർ കിട്ടിയത് കൊണ്ട് ഒരു കളി കളിക്കുകയാണോ എന്നും അറിയില്ല.
എന്നും അറിയില്ല. ഏതായാലും ഒരു വലിയ നഷ്ടമാണ് ഇത്തരത്തിലുള്ള ആൾക്കാരൊക്കെ പോകുന്നത്. പിന്നെ കുറ്റവാളിയാണെന്നുണ്ടെങ്കിൽ സംരക്ഷിക്കേണ്ട ആവശ്യമൊന്നുമില്ല, അത് വേറെ വിഷയമാണ്. അത് ഏത് ഉന്നതനാണെന്നുണ്ടെങ്കിലും കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടണം. ഇവിടെ 2-3 കാര്യങ്ങൾ പരിശോധിക്കണം. ഒന്ന്, ഫാൾസ് മെമ്മറി സിൻഡ്രോം അതുണ്ടോ എന്ന് ചിന്തിക്കണം. ഫാൾസ് മെമ്മറി സിൻഡ്രോം ഉണ്ടെന്നുണ്ടെങ്കിൽ എന്താ പറ്റുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ അയൽവക്കത്തെ ആൾക്കാർക്ക് ഉറക്കമൊന്നും ഉണ്ടാവില്ല, പോലീസിൽ കയറി ഇറങ്ങിയേ പറ്റുള്ളൂ. അതായിരിക്കും അവസ്ഥ. കാരണം സ്വന്തമായി ചെന്ന് മോഷ്ടിച്ചിട്ട് അത് വേറെ ആരുടെയെങ്കിലും തലയിൽ വെക്കും. ഇത് നിന്നെ ആളാണ് മോഷ്ടിച്ചതെന്ന് പറയും, ഞാൻ കണ്ടു എന്ന് പറയും. സത്യത്തിൽ ഇവരാണ് മോഷ്ടിക്കുന്നതെങ്കിലും ഇവർക്ക് തോന്നുന്നത് അവരാണ് മോഷ്ടിക്കുന്നതെന്നാണ്. നിങ്ങൾക്ക് താല്പര്യമെന്നുണ്ടെങ്കിൽ ഇതിന്റെ താഴെ കമന്റ് എഴുതി കഴിഞ്ഞാൽ ഫാൾസ് മെമ്മറി സിൻഡ്രോത്തെ കുറിച്ച് ഞാൻ മറ്റൊരു വീഡിയോ ചെയ്യാം. ഇവിടെ അത് വിശദീകരിക്കുന്നില്ല. അപ്പോൾ പോക്സോ കേസുകൾ പ്രഥമ ദൃഷ്ടിയെ കേൾക്കുമ്പോൾ അത് ശരിക്കുള്ള കേസാണോ എന്ന് ഉറപ്പിക്കാൻ കഴിയില്ല. ചില കാര്യങ്ങളൊക്കെ ചില മുൻവിധിയോടെ ചൈൽഡ് ലൈൻ ഉണ്ടാകുന്നത് കൊണ്ട് ചിലതൊക്കെ ഫാൾസ് മെമ്മറി സിൻഡ്രോം ഉള്ളതുകൊണ്ട്. ഏതായാലും വരും ദിവസങ്ങളിൽ ഇത് സംബന്ധിച്ച് കൂടുതലായി അറിഞ്ഞതിന് ശേഷം സംസാരിക്കാമെന്നാണ് തോന്നുന്നത്. Different angles. Don't forget to subscribe and support this channel.